ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് റിലീസ് ചെയ്ത അന്യഭാഷാ ചിത്രമാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത. ഏറെ പ്രതീക്ഷകളോട് വന്ന സിനിമയ്ക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ അതിഗംഭീര റിപ്പോർട്ടുകൾ വന്നു. ഇന്ന് സിനിമയ്ക്ക് അതേ ലെവലിലുള്ള ആ റിപ്പോർട്ട് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് കടന്നു വരുന്നത്. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് എത്താം. ഇന്ന് സിനിമയുടെ കളക്ഷനുകൾ പുറത്ത് വരുമ്പോൾ ഇതുവരെയുള്ള ആ ഒരു നിമിഷങ്ങളിൽ സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ വന്നത് മാത്രമായി 3 കോടിക്ക് മുകളിലായിരുന്നു. കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് പ്രീ സെയിലൂടെ നേടാൻ കഴിഞ്ഞത് 37 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് UAE-GCCയിൽ നിന്ന് 17,83,000 രൂപ മാത്രമാണ് വന്നത്. UAE-GCCയിൽ അത്ര മികച്ച ഒരു പ്രീ സെയിൽ സിനിമയ്ക്ക് ലഭ്യമായില്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ നിന്ന് 72 ലക്ഷം രൂപയും ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 1,22 ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 ലക്ഷം രൂപയോളം നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ പോലെ പ്രീ സെയിലൂടെ വന്നത്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്ഡ് കളക്ഷൻസുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 762ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതായി പുറത്തു വരുന്ന കണക്കുകൾ. 40,000-അടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതായി വരുന്നു. 16% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 68 ലക്ഷം രൂപയോളമാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 80 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു. 1 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളേവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സിനിമ 1 കോടിയിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് തമിഴ് വെർഷൻ മാത്രമേ ഉള്ളൂ. ഇതൊരു പീരിയഡ് ഡ്രാമയായിട്ട് തന്നെയാണ് കൂടുതലും മലയാളി പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത്. കണ്ടവരെല്ലാവരും മികച്ച പെർഫോമൻസ് ആണ് സിനിമയ്ക്ക്, അല്ലെങ്കിൽ മികച്ച ഒരു സിനിമ എന്ന് പറയുമ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ചേരുവകൾക്ക് കുറവുള്ള ചിത്രമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന്. അന്യഭാഷയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് 8 കോടിയോളമായിരിക്കാം സിനിമയുടെ കളക്ഷനായിട്ട് വരാൻ ചാൻസ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞ ആ രീതിയിൽ തന്നെ തെലുങ്കിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 4 കോടിക്ക് മുകളിൽ തെലുങ്കിൽ നിന്ന് വരുമെന്നുള്ളതും അല്ലെങ്കിൽ 5 കോടി ടച്ച് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 3 കോടിയെങ്കിലും നേടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 8 തൊട്ട് 10 കോടി എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഡബിൾ ഡിജിറ്റിലേക്ക് എത്താം, പക്ഷേ എത്താനുള്ള ചാൻസുകൾ വളരെ കുറവാണ് ഈ ഒരു ടൈപ്പ് സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം. എന്തായാലും നടിപ്പിൻ ചക്രവർത്തി എന്നുള്ള ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന ലെവലിൽ തന്നെ ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി വരുന്നു എന്നുള്ളതാണ്